ഓക്കെ, ഈ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ ആൾറെഡി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒത്തിരി ക്വസ്റ്റ്യൻ നമുക്ക് ബുക്കിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി എനിക്കറിയാം, ടൈം ഇല്ലയെന്നറിയാം, എന്തായാലും ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ഒരു പ്രാബ്ലത്തിൽ കൂടി പറഞ്ഞുതരാം. ആ ഒരു പ്രാബ്ലത്തെ യൂസ് ചെയ്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ ആ ബുക്കിലിരിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ, ഓക്കെ, ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കുക. അതൊരു KTUവിൻ്റെ ക്വസ്റ്റ്യൻ കൂടെയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ നോക്കുക. ഇതിൽ എങ്ങനെ അത് വലിയ പ്രയാസമുള്ള കാര്യങ്ങളല്ല. ഓരോ സ്റ്റെപ്പുകൾ ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് under the transformation W equal to I into 1 minus Z divided by 1 plus Z, the image of the circle modulus of Z equal to 1, the image of the circle modulus of Z equal to 1 is the real axis in the W plane. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷനിൽ നമ്മുടെ W ഈക്വൽ ടു I ഇൻറ്റു 1 മൈനസ് Z ഡിവൈഡ് ബൈ 1 പ്ലസ് Z, ഈ ട്രാൻസ്ഫോർമേഷനിൽ XY പ്ലെയിനിലിരിക്കുന്ന ഒരു സർക്കിൾ മോഡുലസ് Z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സർക്കിൾ UV പ്ലെയിനിൽ പോകുമ്പോൾ അവിടുത്തെ റിയൽ ആക്സിസ് ആയിട്ട് മാറുന്നു. റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ U ആക്സിസാണ്. അവിടുത്തെ U ആക്സിസിൻ്റെ ഇക്വേഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? V ഈക്വൽ 0 ആയിരിക്കണം. V 0 ആകുമ്പോൾ അവിടുത്തെ പോകും U ആക്സിസ് എന്നാവും. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഇതിൻ്റെ ഇമേജ് V ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നു ഓരോ സ്റ്റെപ്പ് ക്ലിയറായി മനസ്സിലാക്കി. തന്നിരിക്കുന്ന അതിൻ്റെ സൊല്യൂഷൻ ഗിവൺ എന്തെന്നിരിക്കുന്നത്? W ഈക്വൽ ടു I ഇൻറ്റു 1 മൈനസ് Z ഡിവൈഡ് ബൈ 1 പ്ലസ് Z. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിവിടെ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന W ഈക്വൽ ടു F ഓഫ് Z ഫോമിലായിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ W, റൈറ്റ് സൈഡിൽ Z ഉണ്ടാവും. ഇത് തിരിച്ച് മാറ്റി ഈ തന്നിരിക്കുന്നതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ഇസറ്റും ബാക്കി റൈറ്റ് സൈഡിൽ ഇസറ്റ് ഇല്ലാത്ത ടേമും കൊണ്ടുവന്ന രീതി ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? W ഇൻറ്റു 1 പ്ലസ് Z ഇസ് ഈക്വൽ ടു I ഇൻറ്റു 1 മൈനസ് Z എന്ന് കിട്ടും. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവും? W പ്ലസ് WZ is equal to I minus IZ എന്നാകും. ഓക്കെ, I മൈനസ് IZ. പിന്നെ ഇസറ്റിൻ്റെ ടേമൊക്കെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുക, ബാക്കി ടേമെല്ലാം റൈറ്റ് സൈഡ് കൊണ്ടുപോകും. നേരത്തെ ചെയ്തതിൻ്റെ തിരിച്ച് മാറിയാണ്. ഇപ്പോൾ ഇസറ്റിൻ്റെ ടേം ഇവിടെ WZ ഉണ്ട്, ഇവിടെ ഒരു IZ ഇരിക്കുക, അത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ എന്താവും? പ്ലസ് IZ എന്നാവും. പിന്നെ ഇവിടെ ഒരു I, പിന്നെ W അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് W എന്നാവും. സോ അപ്പോൾ ഇവിടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇസറ്റ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാക്കി എന്താവും? W പ്ലസ് I ഈക്വൽ ടു I മൈനസ് W എന്നാവും. സോ അങ്ങനെ നമ്മുടെ ഇസറ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടി? I മൈനസ് W ഡിവൈഡഡ് ബൈ W പ്ലസ് I എന്നായി. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഗിവൺ ട്രാൻസ്ഫോർമേഷനെ സിംപ്ലിഫൈ ചെയ്ത് ഇസറ്റിൻ്റെ വാല്യൂ കാണുക. ഇസറ്റിൻ്റെ വാല്യൂ കണ്ട ശേഷം നമ്മൾ തന്നിരിക്കുന്ന ഗിവൺ ഏതിൻ്റെയാണ് ഇമേജ് കാണേണ്ടത്? മോഡുലസ് Z ഈക്വൽ ടു 1ൻ്റെ ഇമേജാണ് കാണേണ്ടത്, അതെടുക്കുക. സോ ഗിവൺ മോഡുലസ് ഓഫ് Z ഈക്വൽ ടു 1. ഓക്കെ, മോഡുലസ് ഓഫ് Z ഈക്വൽ ടു 1 ആകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. എന്താണ്? മോഡുലസ് ഓഫ് Z ഇൻറ്റു Z ബാർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z ദ ഹോൾ സ്ക്വയർ ആണ്. എങ്ങനെയാണ് Z ഇൻറ്റു Z ബാർ മോഡുലസ് ഓഫ് Z ദ ഹോൾ സ്ക്വയർ ആയത്? Z ആകുമ്പോൾ X പ്ലസ് IY ഇൻറ്റു X മൈനസ് IY ആകുമ്പോൾ അതിൻ്റെ വാല്യൂ X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ ആണ്. മോഡുലസ് ഓഫ് Zൻ്റെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ ആണ്. മോഡുലസ് ഓഫ് Z ദ ഹോൾ സ്ക്വയർ എന്തായിട്ട് മാറും? X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ മോഡുലസ് ഓഫ് Z ഈക്വൽ ടു 1 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ദിസ് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് Z ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്നാവും. സോ ജസ്റ്റ് സ്ക്വയർ ചെയ്യുന്നു. മോഡുലസ് ഓഫ് Z ഈക്വൽ ടു 1 ഇംപ്ലൈസ് മോഡുലസ് ഓഫ് Z ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. ഇപ്പോൾ മോഡുലസ് ഓഫ് Z ദ ഹോൾ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? Z ഇൻറ്റു Z ബാർ എന്ന് കൊടുക്കാം. ദെയർഫോർ Z ഇൻറ്റു Z ബാർ ഈക്വൽ ടു 1. സോ അങ്ങനെ തന്നിരിക്കുന്ന ഗിവൺ ഇതിൻ്റെ ഇമേജാണ് കാണേണ്ടത്. സ്ക്വയർ ചെയ്ത് റൈറ്റ് സൈഡിൽ 1 സ്ക്വയർ എന്ന് പറയും. 1 സ്ക്വയർ വാല്യൂ 1 തന്നെയാണ്. ഇപ്പോൾ മോഡുലസ് ഓഫ് Z സ്ക്വയറിന് പറയും Z ഇൻറ്റു Z ബാർ ഇട്ട്. ഇപ്പോൾ ഇസറ്റിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Z ബാർ എടുക്കുമ്പോൾ ഓരോ ടേമിൻ്റെയും ബാർ എടുക്കണം. ഇത് ഹോൾ ബാറാണ്. ഐൻ്റെ ബാർ എടുക്കണം, ഡബ്ല്യൂൻ്റെ ബാർ എടുക്കണം,
അങ്ങനെ ഓരോന്നിൻ്റെ ബാർ എടുക്കണം. സപ്പോസ് 2 എന്നൊരു നമ്പർ വരികയാണെങ്കിൽ 2 ജസ്റ്റ് ഒരു റിയൽ നമ്പർ വരികയാണെങ്കിൽ അതിൻ്റെ ബാർ 2 തന്നെയാണ്. ഐൻ്റെ ബാർ എന്താണ്? -i ആണ്. ഡബ്ല്യൂയുടെ ബാർ എന്താണ്? ഡബ്ല്യു ബാർ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്കിവിടെ ഇസറ്റ് അങ്ങനെ തന്നെ ഇടുക. ഇസറ്റിൻ്റെ വില എന്താണ്? i - w നമ്മൾ കണ്ട് വെച്ചിരിക്കുന്നതാണ്. ആ ട്രാൻസ്ഫർമേഷനിൽ ഇസറ്റിൻ്റെ വില i - w w + i ആണ്. ഇൻറ്റു ഇസറ്റ് ബാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ബാർ എടുക്കുമ്പോൾ i ബാറിൻ്റെ വില -i ആണ്. നമുക്കറിയാം -i ആണ്. മൈനസ് ഡബ്ല്യുവിൻ്റെ ബാർ ഡബ്ല്യു ബാർ തന്നെയാണ്. ഹോൾ ഡിവൈഡ് ബൈ വേറെ ഇസറ്റ് ബാർ ആകുമ്പോൾ ഇസറ്റിൻ്റെ ഹോൾ ബാർ എടുക്കുകയാണ്. ഡിനോമിനേറ്ററിൽ ഡബ്ല്യു ഇരിക്കുന്നു, സോ ഡബ്ല്യു ബാർ, പിന്നെ പ്ലസ് ഐ ഇരിക്കുന്നു. ഐൻ്റെ ബാർ എന്താണ്? -i ആണ്. സോ -i. ഇത് ഇസറ്റ് ബാറിൻ്റെ വാല്യൂ ആണ്. ഈക്വൽ ടു റൈറ്റ് സൈഡ് ഇരിക്കുന്ന വാല്യൂ 1. ഓരോന്നിൻ്റെയും ബാർ എടുക്കുക. ഐൻ്റെ ബാർ -i, ഡബ്ല്യുടെ ബാർ ഡബ്ല്യു ബാർ പിന്നെ +i ആകുമ്പോൾ -i ഈക്വൽ ടു 1. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേമിന് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സോ എന്താവും? ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? i - w ഇൻറ്റു -i - w ബാർ ഈക്വൽ ടു w + i ഇൻറ്റു w ബാർ -i. ഓക്കെ, പിന്നെ അടുത്ത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ i ഇൻറ്റു -i -i² എന്നാവും. നമുക്കറിയാം i² വാല്യൂ -1 ആണ്. അപ്പോൾ -1 അപ്പോൾ എന്താണ്? +1 എന്നാവും. സോ അങ്ങനെ 1 -i² ആണ്. i² വാല്യൂ -1 ആയതുകൊണ്ട് +1. പിന്നെ -i w ബാർ പിന്നെ പ്ലസ് -w ഇൻറ്റു -i പ്ലസ് i w പിന്നെ പ്ലസ് മൈനസിൻ്റെ മൈനസ് പ്ലസ് w ബാർ. ഇത് ലെഫ്റ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് w കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ w ബാർ പിന്നെ -i w പിന്നെ പ്ലസ് i w ബാർ പിന്നെ എന്താണ്? -i². i² -1 ആയതുകൊണ്ട് +1 ആണ്. +1. ഓക്കെ, ഇവിടെ എന്തൊക്കെ ക്യാൻസലാവും? ഈ 1ഉം ക്യാൻസലാവും. പിന്നെ w ബാറും ക്യാൻസലാവും. ബാക്കി റിമൈൻ ടേമൊക്കെ എല്ലാം ലെഫ്റ്റ് സൈഡ് എടുക്കുക. സോ ഇപ്പോൾ ഇവിടെ എന്തായിരിക്കുന്നത്? ഒരു -i w ബാർ പിന്നെ പ്ലസ് i w പിന്നെ ഈ ടേം തമ്മിൽ ക്യാൻസലായി. 1ഉം ക്യാൻസലായി. ബാക്കി i w ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ പ്ലസ് i w പിന്നെ -i w ബാർ ഈക്വൽ ടു 0. ബാക്കി ടേം എല്ലാം ഒരു സൈഡിൽ എടുക്കുക. സോ ഇവിടെ wi + wi എന്താവും? 2i w പിന്നെ -i w ബാർ -i w ബാർ എന്താണ്? -2i w ബാർ ഈക്വൽ ടു 0 എന്നാവും. അവിടെ നമുക്ക് 2i കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 2i പുറത്തെടുക്കുമ്പോൾ ഇവിടെ എന്താവും? w w ബാർ ഈക്വൽ ടു 0 എന്നാവും. ഓക്കെ, 2i കോമൺ എടുക്കുമ്പോൾ w w ബാർ ഈക്വൽ 0. ഈ 2iനെ റൈറ്റ് സൈഡ് എടുക്കുക. അങ്ങനെ എന്ത് കിട്ടി? w w ബാർ ഈക്വൽ ടു 0. സോ ഇതുവരെ നമുക്കായി. സോ ഇത്രയും കിട്ടിയ ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യണം? നമുക്കറിയാം ഇസറ്റ് എന്ന് പറഞ്ഞാൽ h + iy ആണ്. w എന്ന് പറയുന്നത് u + iv ആണ്. ഇപ്പോൾ തന്നിരിക്കുന്ന ഗിവൺ ട്രാൻസ്ഫർമേഷൻ എന്ത് ചെയ്ത്? ഫസ്റ്റ് സ്റ്റെപ്പ് തന്നിരിക്കുന്ന ട്രാൻസ്ഫർമേഷനിൽ w ഈക്വൽ ടു f ഓഫ് ഇസറ്റിൻ്റെ ഫോമിലിരിക്കുന്നു. അത് ഇസറ്റ് ഈക്വൽ ടു f ഓഫ് wയുടെ ഫോമിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇസറ്റിൻ്റെ ടേമൊക്കെ ഒരു സൈഡിലെടുത്ത് ഇസറ്റ് കോമൺ ആയിട്ട് പുറത്ത് അതിൽ കൊണ്ടുപോകാം. പിന്നെ തന്നിരിക്കുന്ന സർക്കിൾ മോഡുലസ് ഇസറ്റ് ഈക്വൽ ടു 1 ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ മോഡുലസ് z² ഈക്വൽ 1 ആവും. പിന്നെ മോഡുലസ് z² ഇസറ്റിൻ്റെ ഇസറ്റ് ബാർ എന്ന് എടുക്കാം. ഇസറ്റിൻ്റെ വാല്യൂ നമുക്ക് ആൾറെഡി കയ്യിലുണ്ട്. ഈ ട്രാൻസ്ഫർമേഷനിൽ നിന്നും കിട്ടിയ ഇസറ്റിൻ്റെ വാല്യൂ ആണ്. പിന്നെ ഇസറ്റ് ബാർ എടുക്കുമ്പോൾ ഓരോ ടേമിൻ്റെയും ബാർ എടുക്കണം. ബാർ എടുത്തു. പിന്നെ രണ്ടേയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ക്യാൻസൽ ആവുന്ന ടേം 1ഉം ക്യാൻസലായി. w ബാർ ക്യാൻസലായി. ബാക്കിയൊക്കെ ഒരു സൈഡിലെടുത്ത് അങ്ങനെ 2i w ബാർ കിട്ടി. 2i പുറത്തെടുത്ത് w - w ബാർ 2i റൈറ്റ് സൈഡ് പോകുമ്പോൾ w - w ബാർ ഈക്വൽ ടു 0 എന്നാവും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം w എന്ന് പറയുന്നത് u + iv ആണ്. സോ ദിസ് സിംപ്ലൈസ് എന്താവും? u + iv മൈനസ് ഓഫ് u - iv ഈക്വൽ ടു 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവും? u + iv മൈനസ് u + iv ഈക്വൽ ടു 0 എന്നാവും. യും ക്യാൻസലാവും. അങ്ങനെ 2i v ഈക്വൽ ടു 0. ദെയർഫോർ v ഈക്വൽ ടു 0. v ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഇമേജിനറി ആക്സിസ് 0 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ റിയൽ ആക്സിസ് ഇൻ w പ്ലെയിൻ. റിയൽ ആക്സിസ് എന്ന് പറയുമ്പോൾ എന്താണ്? u ആക്സിസ്. ഓക്കെ, അറിയാം. നമ്മൾ റിയൽ ആക്സിസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ u ആക്സിസ് ആണ്. v ഈക്വൽ 0 ആകുമ്പോൾ അവിടുത്തെ റിയൽ ആക്സിസ് ആണ്. ഓക്കെ, സോ ഇതുപോലെ നമുക്ക്
അതിനിരിക്കുന്ന കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഇതുപോലെ ചെയ്യണം. തന്നിരിക്കുന്ന ഗിവൺ ട്രാൻസ്മിഷനിലെ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് ഫോമിലായിരിക്കും. അത് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് ഡബ്ല്യുടെ ഫോമിൽ കൊണ്ടുവന്ന് തന്നിരിക്കുന്ന ആ വാല്യൂ എന്താണ് അതിലിട്ട് ചെയ്യുക. പിന്നെ ഇവിടെ തരുന്ന ഒരു നോട്ട് കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. സപ്പോസ് എക്സിൻ്റെ വാല്യൂവിനെ ഇസഡിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ഒരു നോട്ടായിട്ട് എഴുതിയെടുക്കും. നോട്ട്സ് ഇത് നിങ്ങൾക്ക് അവിടെ ആവശ്യമുണ്ടാവും. നോട്ട്സ് ഒരു എക്സിനെ ഇൻ ടേം ഓഫ് ഇസഡിൽ കൊണ്ടുവരികയാണെങ്കിൽ 1/2 ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് ബാർ. കാരണം ഇസഡ് മൈനസ് ഇസഡ് ബാറിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിനക്ക് എക്സ് കിട്ടും. അതുപോലെ വൈയെ ഇൻ ടേം ഓഫ് ഇസഡിൽ കൊണ്ടുവരികയാണെങ്കിൽ 1/2i ഇൻറ്റു ഇത് ഇസഡ് പ്ലസ് ഇസഡ് ബാർ ആണ്. എക്സ് ആകുമ്പോൾ 1/2 ഇൻറ്റു ഇസഡ് പ്ലസ് ഇസഡ് ബാർ, വൈ ആകുമ്പോൾ 1/2i ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് ബാർ. ഓക്കെ, സോ ഇത്രയും നമുക്ക് എക്സിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരും. എക്സ് ആകുമ്പോൾ 1/2 ഇൻറ്റു ഇസഡ് പ്ലസ് ഇസഡ് ബാർ, വൈ ആകുമ്പോൾ 1/2i ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് ബാർ ആണ്. ഓക്കെ, ഇതിനെ യൂസ് ചെയ്ത് 2-3 പ്രോബ്ലങ്ങൾ അഡിഷണൽ ചെയ്തിട്ടുണ്ട്, അതുകൂടെ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ കാണുന്നതാണ്. ആ ക്രോസ് റേഷ്യോ യൂസ് ചെയ്ത് അതൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഇതുവരെ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓക്കെ, പിന്നെ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് തരും എന്താണ് സിംഗുലാരിറ്റീസ് എന്താണെന്ന്. അതിപ്പോൾ ഉടനെ തന്നെ തരാം. ഓക്കെ, ശരി മക്കളെ.